ഗവർണറും മുഖ്യനും തമ്മിലുള്ള പോര് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തീരില്ല. മുഖ്യനെ കാണുമ്പോൾ പേടിച്ച് മൂത്രമൊഴിക്കുന്ന ആളൊന്നുമല്ല ഗവർണർ. അതുപോലെ തന്നെ മുഖ്യൻ്റെ കുട്ടി സഹാക്കളെ കാണുമ്പോഴും ഗവർണർ വിറക്കില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചതാണ്. അതായത് തെരുവിലിട്ട ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഗവർണറെ ആക്രമിക്കാനായി വന്നപ്പോൾ കാറ് നിർത്തി ബ്ലഡി ക്രിമിനൽസ് കം കം എന്ന് വിളിച്ചത് കേരളത്തിൻ്റെ ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ചങ്കുറപ്പും നട്ടല്ലുമുള്ള ഒരു ഗവർണറാണ്. നിലപാടുകൾ വ്യക്തമാക്കി പോകുന്ന ഒരു ഗവർണറാണ്. പിണറായിയുടെ പോലീസിനെയും പിണറായിയുടെ കുട്ടി സഹാക്കളെയും നവസഹാക്കളെയും അതായത് ഗവർണർക്ക് ഭയമില്ല എന്നർത്ഥം. പ്രത്യേകിച്ച് SFIയിലെ ചങ്കുറപ്പുള്ള ഒരു നേതാക്കന്മാരെയും ഗവർണർക്ക് ഭയമില്ല എന്നുള്ളതാണ് അർത്ഥം. പീക്കിരി പിള്ളേരെ ഭയപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ തെറി വിളിച്ച് ആരെങ്കിലുമൊക്കെ ഭയപ്പെടുത്തുന്നത് പോലെ പിണറായി വിജയൻ എന്തെങ്കിലും പറയുന്ന മാധ്യമപ്രവർത്തകരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് എന്തെങ്കിലും മോശം കമൻ്റ് ഇടുന്നത് പോലെയൊക്കെ വന്നിരുന്ന ഗവർണറെയും ചൊറിയാമെന്ന് കരുതി. പക്ഷേ ഗവർണർ നന്നായി മാന്തി വിട്ടു. അതാണ് നമ്മൾ കണ്ടത്. പിണറായിയുടെ ഒരടവും പിണറായിയുടെ കുട്ടി സഹാക്കളുടെ ഒരടവും ഗവർണറുടെ അടുത്ത് ചെലവാകില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്കെത്തിയപ്പോൾ ചായ കൂടി സൽക്കാരമുണ്ടായിരുന്നു. ഗവർണറും പിണറായി മുഖത്തോട് മുഖം നോക്കിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും ഒന്നടക്കം നോക്കിയിരുന്നതാണ് എന്തെങ്കിലും ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ എന്നുള്ളത്. കൊച്ചു പിള്ളേർ പിണക്കം കാണിക്കുന്നത് പോലെ ഒരു പെൻസിലിനും അല്ലെങ്കിൽ ഒരു പേപ്പറിനും പൂവിനും ഒക്കെ അടിവെക്കുന്നത് പോലെ പിണറായി ആ ഭാഗത്തേക്കേ നോക്കിയില്ല. പിണങ്ങി ചായ പോലും ഗവർണർ ചായ സൽക്കാരം ഒരുക്കിയിരുന്നു, അതിനു പോലും നിൽക്കാതെ പോയി. പിണറായി കരുതി ഗവർണർ വിളിക്കും, കെട്ടിപ്പിടിക്കും, ചായ കൊടുക്കുമെന്നൊക്കെ. ഗവർണർ പറഞ്ഞു പോണെങ്കിൽ ആ വഴിക്ക് പൊക്കോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ അവിടെയും പിണറായിയെ വിളിച്ച് ഗവർണർ നാറ്റിച്ച് വിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പിണറായി കണ്ണുരുട്ടിയാലും പിണറായി ഭയപ്പെടുത്തിയാലും ഒന്നും ഭയപ്പെടുന്ന ആളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് കേരളം കണ്ടറിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് കത്തയച്ചു, ഒന്നും സംഭവിച്ചില്ല. എന്തായാലും ഈ തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, താൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവർണർ മോദിയെയും അമിത്ഷായെയും കണ്ടിരുന്നു. തുടർ നടപടികൾ അവിടെ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എവിടെ നിന്നൊക്കെയാണ് പിണറായിക്ക് തിരിച്ചടികൾ കിട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എവിടെ തൊട്ടാലും കണ്ടകശനിയും എവിടെ തൊട്ടാലും പിണറായിക്ക് എട്ടിൻ്റെ പണിയും തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും ബംഗാൾ തന്നെ കേരളത്തിലും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഒരു സർക്കാർ 2.5 വർഷക്കാലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ തന്നെ ഇടതുപക്ഷം ഉണ്ടാവുമോ? കാരണം പിണറായി അത്രത്തോളം ഭരിച്ച് കേരളത്തെ മുടിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയൊരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുമോ എന്നുള്ളത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ ആശങ്കയോടെ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിരവധി നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പാർട്ടിയെ അത്രത്തോളം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന പാർട്ടി തത്വങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു സർക്കാർ ആയിരിക്കണം എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന കുറേ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവർക്കൊക്കെ ഒരു പേര് ദോഷമല്ല, ചീത്തപ്പേര് തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുന്ന കേരളം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.